ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മാനേജ്മെന്റ് റിലേറ്റഡ് ടു ഗെറ്റിംഗ് ദ വർക്ക് ഡൺ ഫ്രം ദ സ്റ്റാഫ്, ഫോമിംഗ് പോളിസീസ് ആൻഡ് പ്ലാൻസ്, എക്സിക്യൂട്ടിംഗ് ദ വർക്ക് ഡെലിഗേറ്റഡ് ബൈ സുപ്പീരിയർ. ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ലിനൻ അതോറിറ്റി. The right answer is getting the work done from the staff. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ടു ഹാൻഡിൽ ദ ഓവറോൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് ഈസ് ദ ആക്ട് ഓഫ് ഗെറ്റിംഗ് പീപ്പിൾ ടുഗദർ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് using available resources efficiently and effectively. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അത് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ through and with people in formally organized groups. Management is an art of getting things done through people. എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ശരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി നമുക്ക് അവിടെയുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട്. Second question, the art of getting the work done through and with people in formally organized groups is called. Option A, developing skills. Option B, communication. Option C, leadership. Option D, management. അപ്പോൾ നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു, the art of getting the work done through and with people in formally organized group is called management. When the efforts of people are coordinated to achieve the desired goal is known as management, organization, administration, supervision. ഒരു ഡിസൈർഡ് ഗോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു എയിം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെടുക്കുന്ന എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ ഈസ് മാനേജ്മെന്റ്. അപ്പൊ നമുക്കൊരു ഡിസൈർഡ് ഗോൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പം ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കെയർ ആൻഡ് ക്യൂർ ആണ് അല്ലെ. ആൾക്കാരെ നമ്മൾ ചികിത്സിക്കുന്നു, അവരെ അസുഖങ്ങൾ മാറ്റുന്നു അല്ലെ. അപ്പൊ ആ ഒരു അസുഖം മാറ്റുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റാഫിന് നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് കറക്റ്റ് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ആ ഒരു ചുമതലയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വിച്ച് among the following statements is true about administration? Option A, determination of major policies. Option B, concerned with the direction of human efforts at the operational level. Option C, applicable at lower levels of management. Option D, main focus on getting the work done. ഇതിൽ ചോദിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് അല്ലെ. The right answer is determination of major policies. അപ്പൊ നമ്മൾ പറയും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള പോളിസീസ്, അതുപോലെ തന്നെ പ്രോട്ടോകോൾസ് ഒക്കെ അല്ലെങ്കിൽ നിയമങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. അപ്പം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഡിറ്റർമൈൻ ചെയ്യുന്നു അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ നിയമങ്ങൾ, പോളിസീസ്, റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെക്കും അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ കുറിച്ച് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഈ റെഗുലേഷൻസ്, പോളിസീസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വഴിയാണ്? മാനേജ്മെന്റ് വഴിയാണ്. അപ്പം ഈ ഒരു പോളിസീസ്, അതുപോലെ തന്നെ ഈ റെഗുലേഷൻസ്, റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്
എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് നമ്മൾ ഏത് വഴിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് വഴിയിൽ നമ്മൾ നടപ്പാക്കുന്നു അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എക്സെപ്റ്റ് ഓപ്ഷൻ എ, ഓൾ അതർ ഓപ്ഷൻസ് ആർ റിലേറ്റഡ് ടു മാനേജ്മെന്റ് അല്ലെ. നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ബാക്കിയെല്ലാം മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. Determination of major policies is function of administration and implementing the policies is the function of management. Accomplishment of defined objectives and getting the work done is known as administration, organization, management, control. The right answer is administration. According to Luther Gulick, administration has to do with getting things done with the accomplishment of defined objectives. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് കാര്യങ്ങൾ നോക്കാം. തിയോ ഹൈമാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ മീൻസ് ദ ഓവറോൾ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ്, സെറ്റിംഗ് ഓഫ് മേജർ ഒബ്ജക്റ്റീവ്സ്, ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ജനറൽ പർപ്പസ് ആൻഡ് ലേയിങ് ഡൗൺ ഓഫ് ബ്രോഡ് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ്. ഇപ്പൊ സിംപ്ലി നമ്മൾ പറഞ്ഞാൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ? പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ റെഗുലേഷൻസ്, റൂൾസ്, ഇതെല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഈ പോളിസീസ് റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത പോയിന്റ് എന്താണ്? വില്യം എച്ച് ന്യൂമാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗൈഡൻസ്, ലീഡർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ എഫേർട്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് ടുവാർഡ് സം കോമൺ ഗോൾസ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു കോമൺ ഗോൾസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോമൺ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും അല്ലെ. പൊതുവായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അതിലേക്കുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അതിലേക്കുള്ള ലീഡർഷിപ്പ്, ഒരു നേതൃത്വ ഗുണം, അല്ലെങ്കിൽ അതിലേക്കുള്ള കൺട്രോൾ, നിയന്ത്രണങ്ങൾ, എഫേർട്സ്, ഈ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഗൈഡൻസ് ആണ്, അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എഫേർട്സിനെ, ആ ഒരു കോമൺ ഗോളിലേക്കുള്ള എഫേർട്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് പറയാം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം അല്ലെ. ദ ആക്ടിവിറ്റീസ് ദാറ്റ് റിലേറ്റഡ് ടു റണ്ണിങ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിൽ ചെറിയ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഈസ് ഹയർ ലെവൽ ഫംഗ്ഷൻ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ടേക്സ് ഡിസിഷൻ ഓർ ഫോം പോളിസീസ്. അപ്പൊ ഇതാണ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ പോളിസീസ്, റെഗുലേഷൻസ്, നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. മാനേജ്മെന്റ് എന്താണ്? ഈ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന നിയമങ്ങളെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ പ്ലാൻസ് ഒക്കെ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളതാണ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേരാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ അടിയിലായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് സെക്ടറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ അല്ലെ. അപ്പം അതെന്താണ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. മാനേജ്മെന്റ് മെയിൻ ആയിട്ട് പൊതുവെ പ്രൈവറ്റ് സെക്ടറിലാണ് കണ്ടുവരുന്നത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് were ഫസ്റ്റ് ഡിഫൈൻഡ് ബൈ. നമ്മൾ മാനേജ്മെന്റിൽ ഒരു 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അത് ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആരാണ് ആദ്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തത്? ദ റൈറ്റ് ആൻസർ ഈസ് ഹെൻറി ഫയോൾ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു 14 പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ചോദിച്ചിരിക്കും അല്ലെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഹെൻറി ഫയോൾസിന്റെ 14 പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡഡ് ആവാത്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആവുന്നത്? ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഫസ്റ്റത്തെ ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. തേർഡ് ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്, സെൻട്രലൈസേഷൻ, റെമ്യൂണറേഷൻ, സ്കേലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിന് ടീം വർക്ക് എന്ന് പറയും. ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. Which one of the following key points is not philosophies of administration? Cost effectiveness, rewards and challenges, effective communication, delegation of responsibility. നമ്മൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷന്റെ ഫിലോസഫിയിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാണ്? The right answer is rewards and challenges.
Principles of administration includes all the following except unity of command, unity of direction, scalar chain of command, unity of collective behavior. The right answer is unity of collective behavior. In administration, principle of division of work is essential because workers do not like interference. It provides job satisfaction. Administrator cannot do all work by himself. It prevents overlapping of work. അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ് അല്ലെ. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഡെലിഗേഷൻ ഓഫ് വർക്ക് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മൾ ഉള്ള ഒരു വർക്കിനെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കും അല്ലെ. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈക്വലി നോക്കിയിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോരോ ജോലികളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതെന്തിനാണ് ശരിക്കും? ഇറ്റ് പ്രിവെന്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് വർക്ക്. അവിടെ ഒരു ഓവർലാപ്പിംഗ് ഓഫ് വർക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എവറി എംപ്ലോയി ഷുഡ് അസൈൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് വർക്ക്, സോ ഇറ്റ് പ്രിവെന്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് വർക്ക്. എല്ലാ എംപ്ലോയീസിനും നമ്മൾ അവർക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുവഴി നമുക്ക് ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. An employee receives order from only one supervisor. This is known as unity of command, scalar chain, span of control, unity of direction. The right answer is unity of command. പറയുന്നത് unity of command എന്ന് പറയുന്നത്. Unity of command means that an employee should receive orders from one superior only. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയറിന്റെ അടുത്ത് നിന്നാണ് ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടേണ്ടത്. ഇഫ് ടു ഓർ മോർ സുപ്പീരിയേഴ്സ് command a worker at the same time, he will get confused to whose command should he follow അല്ലെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ്, ഒന്നിൽ കൂടുതൽ അധികാരികൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതാണ് ഫോളോ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നഴ്സിംഗ് ഓഫീസർ റിപ്പോർട്ട് ടു ദ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ്, നോട്ട് ടു ഡോക്ടേഴ്സ് ഓർ ഫാർമസിസ്റ്റ് അല്ലെ. നമ്മൾ ഒരു വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കണം, ലീവ് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അടുത്താണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അല്ലെ. അല്ലാതെ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന്റെ അടുത്ത് പോയിട്ടല്ല നഴ്സിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. Next question, a chain of reporting ranging from the individual with the ultimate authority at the top to the one with the least authority at the bottom is called unity of command, scalar chain, esprit de corps, span of control. The right answer is option B, scalar chain. അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്? നമ്മൾ പറയും സ്കെയിലാർ ചെയിനിൽ ഒരു ലൈൻ ഓഫ് ഹൈറാർക്കി ഉണ്ടായിരിക്കും അല്ലെ. എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും മുകളിലുള്ള ഒരു ടോപ്പർ ലെവലിലുള്ള ഒരു ആളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏറ്റവും ലോവർ ലെവലിലുള്ള വർക്ക് ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഈ ഒരു ഹൈറാർക്കി ഓഫ് ചെയിൻ പ്രകാരം റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, മെസ്സേജസ് ആയിക്കോട്ടെ, റിക്വസ്റ്റ് ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ തൊട്ട് മുകളിലുള്ള ആൾക്കാരെയാണ് ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയത് അല്ലെ. എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തൊട്ട് മുകളിലുള്ള ആളെടുത്ത് പറയുന്നു അല്ലെ. നിങ്ങൾ ചിലപ്പം ഷിഫ്റ്റ് ഇൻചാർജിന്റെ അടുത്തായിരിക്കും പറയുന്നത് അല്ലെ. അവരാരുടെ അടുത്ത് പറയുന്നുണ്ടാവും? സീനിയർ നഴ്സിംഗ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം അല്ലെ. അവരതിന്റെ മുകളിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ. ഇപ്പൊ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് തൊട്ട് മുകളിലുള്ള ആൾക്കാരോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെ വരെ എത്തും? നമ്മളെ ചീഫ് നഴ്സിംഗ് ഓഫീസറിന്റെ അടുത്ത് വരെ എത്തുന്നു അല്ലെ. അപ്പം അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട് അല്ലെ. അപ്പം ചെറുതെന്ന് തുടങ്ങി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ മേക്കറിന്റെ അടുത്ത് വരെ ആ ഒരു കാര്യങ്ങൾ എത്തുന്നു. അപ്പം അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നു, മെസ്സേജസ് പാസ് ചെയ്യുന്നു, റിക്വസ്റ്റ് പാസ് ചെയ്യുന്നു അല്ലെ. അപ്പം ആ ഒരു ചെയിന് വഴി അല്ലെങ്കിൽ ഒരു സ്കെയിലാർ ചെയിന് വഴി അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഓഫ് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്, അതുവഴിയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. PostCorp depicts the elements of administration, principles of communication, principles of supervision, techniques of supervision. എന്താണ് PostCorp? Right answer is option A, elements of administration.
നമ്മൾ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസിനെയാണ് പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് കോർബിലെ ഓരോരോ ലെറ്റേഴ്സിനും ഓരോരോ ഫുൾ ഫോംസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. P ഫോർ പ്ലാനിംഗ് ആണ്, O ഫോർ ഓർഗനൈസിംഗ്, S ഫോർ സ്റ്റാഫിംഗ്, D ഫോർ ഡയറക്റ്റിംഗ്, C ഫോർ കോർഡിനേറ്റിംഗ്, R ഫോർ റിപ്പോർട്ടിംഗ്, B ഫോർ ബഡ്ജറ്റിംഗ്. Post corb is described by Frederick Winslow, Luther Gulick, Henry Fayol, Max Weber. The right answer is option B, Luther Gulick. The word post corb describes elements of administration in which S stands for selecting, securing, supervising, staffing. പോസ്റ്റ് കോർബിലെ എസ് എന്ന് പറയുന്ന എലമെന്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ്, അല്ലെ? നമ്മൾ സ്റ്റാഫിംഗ് നടക്കുമ്പോൾ എത്ര ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, ഈ ജോലിക്ക് എത്ര ആൾക്കാരെ ആവശ്യമുണ്ട്, എത്രയാണ് അവിടുത്തെ മാൻ പവർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? അതിനുശേഷം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, ആൾക്കാരെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അതിനുശേഷം നമ്മൾ സെലക്ഷൻ, അതിൻ്റെ അകത്ത് ഏറ്റവും മോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നു, കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു, ജോലിയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം അവരെ പ്ലേസ്മെന്റ് നടക്കുന്നു, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, അവർക്കുള്ള റെമ്യൂണറേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ചിലപ്പം അത് ഇയർലി ആവാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, അല്ലെ? അങ്ങനെ പെർഫോമൻസ് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കാര്യങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കാര്യങ്ങൾ. ഇത്രയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്. All of the following are functions of management except planning, organizing, dictating, coordinating. തന്നിരിക്കുന്നതിൽ എല്ലാം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് ഡിക്റ്റേറ്റിംഗ് ആണ്. ബാക്കിയെല്ലാം മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ? എക്സിക്യൂഷൻ, പ്ലാനിംഗ്, പോളിസി മേക്കിംഗ്, റീക്രിയേഷൻ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും അഡ്മിനിസ്ട്രേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ്, റെഗുലേഷൻസ്, കാര്യങ്ങളെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, അല്ലെ? അത് അതിലുള്ള ഒരു ഫംഗ്ഷനാണ്. പ്ലാനിങ്ങും ഉണ്ട്, അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ ആവശ്യമാണ്. പോളിസി മേക്കിംഗ്, അതും കറക്റ്റ് ആൻസർ ആണ്. ഇതിൽ വരാത്തത് റീക്രിയേഷൻ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പണന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് organization, budget, evaluation of report, all of the above. The right answer is all of the above. Budgeting ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം ആൻസർ all of the above ആണ്. Policies and procedures are developed in organizing phase, planning phase, controlling phase, directing phase. പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഏത് ഫേസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ആദ്യം തന്നെ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ? ആ ഓർഗനൈസേഷന്റെ പോളിസി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ മിഷൻ എന്താണ്, അവരുടെ വിഷൻ എന്തൊക്കെയാണ് അക്വയർ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാനിംഗ് ഫേസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്ലാനിംഗ് ഫേസ്. അപ്പൊ പ്ലാനിംഗ് ഫേസിൽ വരുന്ന, അതിന്റെ പ്രോസസ്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെവലപ്പിംഗ് പ്രമൈസസ്, ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസ്, സെക്യൂറിംഗ് കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ലാസ്റ്റ് റിവ്യൂ ചെയ്യുന്നു, അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇത്രയാണ് പ്ലാനിംഗ് ഫേസിൽ വരുന്ന കാര്യങ്ങൾ.
The first step in management is organizing phase, planning phase, controlling phase, directing phase. മാനേജ്മെന്റിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option B, planning phase. The first function of administration and management to fulfill the purpose for which an organization is established is known as staffing, budgeting, planning, organizing. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു.